മക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ എക്സാം വിന്നറിൻ്റെ നീറ്റ് ആൻഡ് കീം ക്രാഷ് ബാച്ചിലേക്ക് നമ്മൾ ഓൾറെഡി അഡ്മിഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം എന്തിനാണ് ഈ ഒരു ക്രാഷ് ബാച്ച് അല്ലേ? നിങ്ങൾക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നീറ്റ് ആയാലും കീം ആയാലും ദിവസം അടുത്തുകൊണ്ട് വരികയാണ്. അപ്പം ഈ ഒരു ക്രാഷ് ബാച്ച് എന്താണ് മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഒന്നുകിൽ നിങ്ങൾ ചിലപ്പം ഇതുവരെ പഠിച്ചിട്ടില്ല, പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും നീറ്റിനും കീമിനും വേണ്ടിയിട്ടൊന്നും പഠിച്ചിട്ടില്ല, പക്ഷേ നിങ്ങൾ എക്സാമിന് വേണ്ടിയിട്ട് എഴുതാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. 2024 നീറ്റും കീമും എഴുതാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ ഒന്നും പഠിക്കാതെ ഒരു എക്സാം എഴുതുന്നതിനേക്കാൾ ഏറ്റവും നല്ലതാണ് നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്യണം. നമുക്ക് എങ്ങനെയാണ് എക്സാമിന് നല്ലപോലെ ആ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാവണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്യാതെ നമ്മൾ എഴുതിയിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ എൻ്റെ മക്കൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉള്ള ബാച്ചാണ് നമ്മുടെ ക്രാഷ് ബാച്ച് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ആൾക്കാർ നമ്മുടെ പ്ലസ് ടുവിൽ നിങ്ങൾ നീറ്റ് ആൻഡ് കീം ഡ്രോപ്പേഴ്സ് ആണെങ്കിൽ, അതായത് നിങ്ങൾ ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്തു പക്ഷേ നിങ്ങൾ വിചാരിച്ച ആ ഒരു റാങ്കിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റിയിട്ടില്ല, നിങ്ങൾ രണ്ടാമതായിട്ട് അറ്റംപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു ക്രാഷ് ബാച്ച് വളരെ യൂസ്ഫുൾ ആകും. കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ്, ഫുൾ സിലബസിൻ്റെ റെക്കോർഡഡ് ക്ലാസ്സുകൾ ഉണ്ടാകും, കംപ്ലീറ്റ് ചാപ്റ്റേഴ്സിൻ്റെ റെക്കോർഡഡ് ക്ലാസ്സുകൾ ഉണ്ടാകും. അതേപോലെ തന്നെ നിങ്ങൾക്ക് PDF നോട്ട്സ് കിട്ടുന്നുണ്ടാകും, വീക്ക്ലി എക്സാംസ് ഉണ്ടാകും. കാരണം നമ്മളെപ്പോഴും വെറുതെ ഇങ്ങനെ ക്ലാസ്സുകൾ കാണുന്നു, തിയറി കാണുന്നു, അത് മനസ്സിലാക്കുന്നു. അതിനേക്കാളൊക്കെ എത്രയോ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. എക്സാം അടുക്കുന്ന സമയമാകുമ്പോൾ നമ്മൾ ഒത്തിരി ടെസ്റ്റുകൾ അറ്റംപ്റ്റ് ചെയ്യുക എന്നുള്ളത്. അതൊക്കെ നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു ക്രാഷ് ബാച്ചിൽ കിട്ടും. ഓക്കെ, ഇനിയിപ്പോൾ ഓൾറെഡി നമ്മുടെ ബാച്ചുകളിൽ പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ തന്നെ നിങ്ങൾ ചിലപ്പം നമ്മൾ പബ്ലിക് എക്സാമിന് വേണ്ടി മാത്രമായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. നീറ്റ് ആൻഡ് കീമൊന്നും നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് എങ്ങനെയാണ് എന്നറിയണം, അതായത് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് എക്സാമിനെ കുറിച്ചൊരു ഐഡിയ കിട്ടും. അതായത് നമ്മൾ ഇതേപോലെ തന്നെ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോഴും ഇതേപോലെ മോഡൽ എക്സാംസ് ഒക്കെ എഴുതുമ്പോഴും നിങ്ങൾക്ക് എക്സാമിനെ കുറിച്ചൊരു ഐഡിയ കിട്ടും. അതിന് വേണ്ടിയിട്ട് നമ്മളുടെ പ്രിപ്പറേഷൻസ് എത്രത്തോളം സ്ട്രോങ് ആക്കണം, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, അത് മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ നീറ്റ് ക്രാഷിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നീറ്റിൻ്റെ നമ്മുടെ എൻട്രൻസ് വിന്നർ എന്ന് പറയുന്ന ബുക്ക് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഫ്രീ ആയിട്ടാണ് കിട്ടുന്നത്. അതേപോലെ തന്നെ കീമിനായാലും അതുപോലെ നമ്മുടെ ഒരു ബുക്ക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഓക്കെ, ഇതിനെല്ലാം കൂടിയുള്ള ഫീ എന്ന് പറയുന്നത് വെറും 2000 rupees മാത്രമാണ് നമ്മുടെ ക്രാഷ് ബാച്ചിൻ്റെ ഫീ. കീമിനായാലും നീറ്റിൻ്റെ ആയാലും ക്രാഷ് ബാച്ചിൻ്റെ ഫീ എന്ന് പറയുന്നത് 2000 rupees ആണ്. അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം, ജോയിൻ ചെയ്യാം. കാരണം ഇതിപ്പോൾ March 8 അല്ലേ? ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ May 5 നിങ്ങളുടെ നീറ്റ് എക്സാം വരുന്നത്. കഷ്ടിച്ച് നമുക്കൊരു 2 months തന്നെ പറയാനില്ല. അപ്പം എത്രയും നേരത്തെ നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നോ അത്രയും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം. ഓക്കെ.